ഹലോ എവരിവൺ. അപ്പോൾ 2026 നമ്മുടെ കീം എക്സാം നടക്കുന്നത് ഏപ്രിൽ മാസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബോർഡ് എക്സാമിന് ശേഷമായിരിക്കും എന്തായാലും കീം എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ ബോർഡ് എക്സാമും കീമും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ മറ്റു പല ആൾക്കാരും ഈ കീം എക്സാമിനെ പറ്റി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും അല്ലേ. കീം എക്സാമിനെ പറ്റി ഒരു മിത്തുകൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് കീം എക്സാം വളരെ എളുപ്പമാണ്, അതുകൊണ്ട് എപ്പോഴേലൊക്കെ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കീം എക്സാം എളുപ്പമാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റിൻ്റെ ആ ഒരു ടഫ്നെസ് വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ 3 സബ്ജക്റ്റുകളാണ് നമുക്ക് എഴുതാനുള്ളത്. ഇതിൽ 3 സബ്ജക്റ്റിൽ നിന്നും ഈക്വൽ ആയിട്ടല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഫിസിക്സിൽ നിന്ന് 45 ചോദ്യം, കെമിസ്ട്രിയിൽ നിന്ന് 30 ചോദ്യം, മാത്തമാറ്റിക്സിൽ നിന്ന് 75 ചോദ്യമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 3 hours കൊണ്ട് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് ലോജിക്കലി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാൽക്കുലേഷൻ സ്പീഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രം പോരാ, സ്പീഡിലെ ആൻസറുകളെല്ലാം മാർക്ക് ചെയ്താൽ കിട്ടുമോ? അതും ഇല്ല. അവിടെ ആക്യുറസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ആക്യുറസിയും സ്പീഡും ഉണ്ടെങ്കിൽ മാത്രമേ കീം എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നെഗറ്റീവ് മാർക്ക് എന്നൊരു വില്ലൻ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര ചോദ്യം ചെയ്യുന്നോ അതിനകത്ത് കൃത്യമായിട്ടുള്ളത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്തതിൻ്റെ മാർക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ തെറ്റുത്തരം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ശരിയായ മാർക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഡിഡക്റ്റ് ആയി പോകുന്നത്. അപ്പം ഈസിയാണ് എന്ന് പറഞ്ഞ് വെറുതെ റാൻഡമായിട്ട് പോയി എക്സാം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം, സ്പീഡ് അതുപോലെ തന്നെ ആക്യുറസി. ഇനി ഇപ്പോൾ രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണയാണ് NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് പോയാൽ കീം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ശരിയാണ്, NCERTക്കകത്തെ കാര്യങ്ങൾ തന്നെയാണ് കീം എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോത്ത് +1 ആൻഡ് +2 സിലബസുകളാണ് കീം എക്സാമിന് വേണ്ടി ഉള്ളത്. ഇതിനകത്ത് അത് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും കീം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ക്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQs നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുന്നു, ആ ചാപ്റ്ററിനകത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം PYQs ആ ചാപ്റ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എങ്ങനെയാണെന്നുള്ളത്. NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പൊടിക്ക് കൂടുതലായിരിക്കും എന്ത് കീം എക്സാമിന് ചോദിക്കുന്നത്. അപ്പം അതും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു മിത്താണ്, അതായത് ടോപ്പേഴ്സിന് മാത്രമേ കീം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയില്ല. ഇപ്പം നമ്മുടെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കീം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്നുണ്ട്. എന്നൊരു ടോപ്പർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കീം ക്രാക്ക് ചെയ്യുന്നതല്ല. നല്ല പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് കീം എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് കീം എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം കീം എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നാലാമത്തെ ഒരു മിത്താണ്, അതായത് ഒരുപാട് സമയം, അത് ഒരുപാട് നാൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അങ്ങനെയുമില്ല. ഈ ചെറിയൊരു ഡ്യൂറേഷൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് കീം എക്സാമിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കീം എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയോ, അല്ലെങ്കിൽ നമ്മൾ കീം എക്സാമിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. നിങ്ങൾ വെറുതെ അറ്റൻഡ് ചെയ്യും, കുറച്ച് നെഗറ്റീവ് മാർക്കിങ് കിട്ടും, വെറുതെ ഒരു പേരിന് പോയി ചെയ്തിട്ട് വരാം എന്നുള്ളതായിരിക്കും എല്ലാവരും പറയുന്നത്. അങ്ങനെയുമില്ല. ഈ ലേറ്റായിട്ട് ജോയിൻ ചെയ്താലും അല്ലെങ്കിൽ ലേറ്റായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇവിടുത്തെ കീ എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് കീം എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം. ഏത് കോളേജിൽ നമുക്ക് പഠിക്കണം, ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ഞാൻ എടുക്കേണ്ടത് എന്നൊരു ധാരണ ഉണ്ടാവണം. ഇനി ഈ കോളേജിൽ കിട്ടണമെങ്കിൽ, ഈ ബ്രാഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര റാങ്ക് ആയിരിക്കണം എനിക്ക് വേണ്ടത്, ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഈ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് രീതിയിലാണ് സബ്ജക്റ്റുകളെ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴും PYQs ചെയ്യുക എന്നുള്ളത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല കാൽക്കുലേഷൻ, നിങ്ങൾക്കറിയാം കീം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എളുപ്പമാണ് ചെയ്യാൻ, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ടൈം ലിമിറ്റിനുള്ളിൽ അത്രയും സ്പീഡിൽ നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്പീഡ് എങ്ങനെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും? സ്പീഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ടുകൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു നോർമൽ വേ ഓഫ് പ്രോബ്ലം ഡൂയിങ് നമുക്ക് ഒരിക്കലും
ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കീം എക്സാമിനകത്ത് നമുക്ക് കീം എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കോച്ചിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ടുകൾ കിട്ടും. അത് അപ്ലൈ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ എല്ലാവരും കീം എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വർഷത്തെ കീം നമുക്ക് ഒന്നിച്ച് ക്രാക്ക് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.